നമുക്കിപ്പം തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി വി ജോയ് ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ വി ജോയ്, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം. മോർണിംഗ് മിസ്റ്റർ അരുൺ. നിങ്ങളുടെ കരുത്തരായ ഒരു ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇന്നു മുതൽ സഖാവ് മധുവിൽ നിന്ന് മധു ജി ആയി മാറുകയാണ്. അതെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതിന് തടസ്സമൊന്നും ഇല്ലല്ലോ ഇപ്പോ. അദ്ദേഹം പറയുന്നത് CPM അയാളെ പുറത്താക്കിയിരിക്കുകയാണല്ലോ. അപ്പൊ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടിയിലേക്ക് പോകുന്നതിന് തടസ്സമില്ല. മധു മുല്ലശ്ശേരിയെയും മുല്ലശ്ശേരി എന്ന നായർ തറവാടിനെയും BJP-യിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം പാർട്ടി സെക്രട്ടറിയെ താങ്കൾക്ക് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം പാർട്ടി സഖാക്കൾ വഴിതെറ്റി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ പാർട്ടിക്ക് അപമാനമുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് ചെന്നു വീഴാൻ വേണ്ടി പാടില്ല. ആയിരക്കണക്കിന് പാർട്ടി സഖാക്കള് ജീവത്യാഗം വഹിച്ച് അവരുടെ രക്തസാക്ഷിത്വം വരിച്ച ഒരു പ്രസ്ഥാനമാണിത്. പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പാർട്ടിയുടെ തത്വങ്ങളും മൂല്യങ്ങളും ബലികഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത്തരം ചില നീചമായ നിന്ദ്യമായ പ്രവൃത്തികൾ കണ്ടതുകൊണ്ടാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന് ആ സഖാവിനോട് പറഞ്ഞത്. പക്ഷേ അത് ഒഴിയില്ല. ഈ സെക്രട്ടറി സ്ഥാനത്തിനെല്ലോ മഹത്വമുണ്ട്. ആ മഹത്വം എന്ന് പറയുന്നത് അത് ഉപയോഗപ്പെടുത്തി താൻ തുടർന്നു വരുന്ന സംഘടനാ വിരുദ്ധവും പാർട്ടി വിരുദ്ധവുമായ നടപടികൾ നടത്താൻ അനുവാദം കൊടുക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അത് ഈ പാർട്ടിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അത് തന്നെയാണ് എന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം. അത് ഏത് സഖാവിന്റെ ഭാഗത്തുനിന്ന് പെശക് വന്നാലും ആ പെശക് തിരുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. തിരുത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അത് സെക്രട്ടറി എന്നുള്ള നിലയിലല്ല. എടുക്കുന്ന തീരുമാനങ്ങൾ കൂട്ടായ തീരുമാനമാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ്, ഉയർന്ന നേതാക്കന്മാര്, അങ്ങനെ കൂട്ടായ നേതൃത്വം എടുത്ത തീരുമാനമാണ് ഇപ്പോൾ പുറത്താക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനം. പക്ഷേ മധുവിനെതിരെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൽ എന്തൊക്കെയായിരിക്കും അത് ഞങ്ങൾ പരിശോധിച്ചു വരികയായിരുന്നു. അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് വി ജോയ്? എന്താണ് മധു ചെയ്ത കുറ്റം? അല്ല, എന്താണ് മധു ചെയ്ത പാർട്ടി? ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രസ് വെക്കുന്നുണ്ട്. പ്രസ് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് ഉണ്ട്. അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഒരു പരിശോധനയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അതുകൂടി നോക്കിയിട്ട് അത് കൃത്യമായിട്ട് പറയുക. ശ്രീ അരുൺ അറിയാമല്ലോ, ഗുരുതരമായ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ തീരുമാനിക്കില്ലല്ലോ. മനസ്സിലായി. അല്ല, മധുവിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? അല്ല, അയാൾ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം അയാൾ പിൻവലിച്ചില്ലെങ്കിൽ ഞാനിപ്പോ വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഏത് വാചകമാണ്? വിഭാഗീയത വളർത്തുന്നു. എന്താ വിഭാഗീയത വളർത്തുന്നു എന്ന വാക്കാണോ? അല്ല, വിഭാഗീയതയല്ല. അയാൾ സാമ്പത്തികമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പണം വാങ്ങാനാണ്, അല്ലെങ്കിൽ പണം സ്വരൂപിക്കാനാണ് എന്ന് അയാളൊരു വാക്ക് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ചാനലുകൾ മാറി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനല്ല അങ്ങനെ പറഞ്ഞത്, അതെങ്ങനെ വേറെ ആരോ ജനങ്ങളാരോ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് മാറുന്നുണ്ടായിരുന്നു. അയാൾ എന്തായാലും അത് വ്യക്തമാക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീൽ നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അല്പസമയം മുമ്പ് മധുവുമായി സംസാരിച്ചു. അപ്പൊ മധു പറഞ്ഞത് മോദിയെയും BJP രാഷ്ട്രീയത്തിലേക്ക് വളർച്ച കണ്ട് താൻ അതിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാണ്. ആ വളർച്ച കുറെ കാലമായിട്ട് അത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ആശയപരമായി പാർട്ടിക്കകത്ത് വ്യക്തതയില്ലാത്ത ഒരാളായിരുന്നു. അത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അങ്ങനെ ചില നീക്കങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതിന്റെയൊക്കെ കൂടി പരിണിത ഫലമാണിത്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ ചിറയൻകീഴിലടക്കം BJP-യുടെ വളർച്ച ഇങ്ങനെയുള്ളവരുടെ കൂടി ഒരു പിന്തുണയിലായിരിക്കുമോ വി ജോയ്? അതൊക്കെ ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ അതെല്ലാം ഒരു പിന്നാലെ നമ്മൾ പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ട ചില കാര്യമാണ്. എന്തായിരുന്നാലും ഇതുപോലൊരു പാർട്ടിക്കകത്ത് നിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു രീതി ആയിരുന്നില്ല എന്നുള്ളത് ശ്രീ അരുണ് മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി, മധു പോകുന്നതിനോടൊപ്പം മധുവിന്റെ മകൻ പോകും, മധുവിന്റെ കുടുംബം പോകും, കൂടുതൽ ആളുകൾ പുറത്തു വരും എന്നാണ് മധു പറഞ്ഞത്. അത് എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. സ്വാഭാവികമായി പയ്യൻ വിളിച്ച് പങ്കെടുത്തത് അവരുടെ ഒരു വലിയ വികാരമായിരുന്നു ഇന്നലെ. അപ്പൊ ഒരു ശുദ്ധികലശമാണ് നടന്നത്. ശുദ്ധികലശമാണ് നടത്തുന്നത്. അതിനകത്തൊരു തർക്കവും കാര്യത്തിൽ. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഞാൻ നിറവേറ്റും. അത് ഓക്കെ. താങ്ക് യു ശ്രീ വി ജോയ്.
താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ശ്രീ വി ജോയ് ആണ് നമുക്കൊപ്പം ചേർന്നത്. മധു മുല്ലശ്ശേരിയെ പുറത്താക്കിയ നടപടിയെ ഒരു ശുദ്ധികലശം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി വിരുദ്ധവും സംഘടനാ വിരുദ്ധവുമായ പരിപാടികളിൽ ഏർപ്പെട്ടു മധു. അത് നേരത്തെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരാളെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നുവെന്നാണ് വി ജോയ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണല്ലേ, ഒരു സുപ്രഭാതത്തിൽ സഖാവ് മധു, അടുത്ത ദിവസം മധുജി. കാര്യങ്ങളുടെ പോക്കേ. അപ്പോൾ